അതെന്താ? എന്താണ് നിന്റെ പ്രശ്നം? എടാ എനിക്ക് ഇനി നിന്റെ മുന്നിൽ ഫേക്കായിട്ട് നിൽക്കാൻ വയ്യ. ഞാൻ നീ വിചാരിക്കുന്ന പോലെ അത്ര റിച്ച് ഒന്നുമല്ല. നിന്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്ത് കൂട്ടിയത്. നീ അറിയാണ്ട് ഞാൻ രാത്രി പലപ്പോഴും ഊബർ വരെ ഓടിയിട്ടാണ് നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊണ്ടിരിക്കുന്നത്. എന്തിന്? ഞാനിപ്പോൾ ഈ ടീഷർട്ട് വരെ എൻ്റെ അല്ല. അല്ല, ഒന്നും പറഞ്ഞില്ല. എന്ത്? ഞാൻ ഇഷ്ടമാണെന്നുള്ളത് പറഞ്ഞിരുന്നല്ലോ. അപ്പോ ഞാനത് വീട്ടിൽ വന്ന് ആലോചിച്ചോട്ടെ. സാറിനിപ്പോ വയസ്സ് എത്രയായി? 25. എനിക്കോ? എനിക്ക് 30 കഴിഞ്ഞു. സാറിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാക്കാം. ബട്ട് സാർ എപ്പോഴേലും എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? എങ്ങനെയൊക്കെയോ 2 കല്യാണം വരെ എത്തിയിട്ട് അവസാനമായപ്പോൾ അതും മുടങ്ങിപ്പോയി. ഇനി ഒരു മാരേജിനെ പറ്റി ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, അവളെന്റെ മുഖത്ത് നോക്കി ഇഷ്ടമല്ലെന്ന് പറഞ്ഞടാ. എന്നാലും എന്തിനായിരിക്കും എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞേ? എടാ, എനിക്ക് എന്താടാ ഒരു കുറവ്? സൗന്ദര്യം ഇല്ലേ? ആരോഗ്യം ഇല്ലേ? കഴിവില്ലേ? അതിനകത്ത് ബുദ്ധി ഇല്ലേ? എടാ, ബാക്കി എന്ത് നീ പറഞ്ഞാലും അത് മാത്രം നീ പറയല്ലേ. എടാ, അവളില്ലാണ്ട് എനിക്ക് പറ്റില്ല. നീ ഇപ്പം ജീവിക്കുന്ന ഈ ലക്ഷറി ലൈഫൊന്നും എനിക്ക് ചിലപ്പം തരാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിയാവുമല്ലോ, നീ ഹാപ്പി ആയിട്ടിരിക്കും. നീ ഇങ്ങോട്ട് നോക്കിയേ, നോക്ക്. എടാ, നമ്മുടെ ഇത്രയും കാലത്തെ റിലേഷൻഷിപ്പിൽ ഞാൻ നിന്നോട് ഇന്നേവരെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നീയായിട്ടെല്ലാം ചെയ്തു തന്നിട്ടല്ലേ ഉള്ളൂ. എടാ, നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമില്ലേ, അതല്ലേ നമുക്ക് ഏറ്റവും വലിയ ലക്ഷറി. ഞാൻ നിൻ്റെ കൂടെ എന്ത് ഹാപ്പി ആയിരുന്നു എന്നറിയോ? എനിക്കത് മതി. സോറി. സാറിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇതെല്ലാം കൊണ്ട് മാച്ചായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ വയസ്സോ സാഹചര്യവും നോക്കിയിട്ടല്ല എന്നെ സ്നേഹിച്ചത്. എനിക്ക് മാമിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കംഫർട്ട് വേറെ ആരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ആൻഡ് മാം ഈ പറഞ്ഞ ബാരിയേഴ്സ് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. എടാ, നമ്മളൊക്കെ അശ്വതി ഇല്ലേ, നോക്ക് നിന്നെ ചെറിയ നോക്കും. നിനക്കെങ്ങനെ അറിയാം? എന്നോട് ചോദിക്കണ്ട അടുത്തത് ഇതിനെ കുറിച്ച്. പോടാ, ശരിക്കും. പിന്നെ ഫെബ്രുവരി 13 ഇവിടെ IBCൽ വാലന്റൈൻസ് ഡേ പരിപാടിയായിട്ട് ഡാൻസും പാട്ടും പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ചീഫ് ഗസ്റ്റ് ആയിട്ട് ഗോകുൽ ഗുജറാത്ത് വരുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ പരിപാടി? എടാ, മറ്റന്നാ IBC വാലന്റൈൻസ് ഡേ അല്ലേ, അന്ന് പ്രപ്പോസ് ആക്കണ അവളെ. അവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി വാലന്റൈൻസിക്ക് ഒരു പാട്ട് പാടിയാലോ? നിനക്ക് കഴിവുണ്ടോ? നോക്കാൻ ചിലപ്പോ ഇറ്റായാലോ. മറ്റന്ന് ഗോകുലിൽ വരുന്നല്ലേ, അപ്പൊ നീ അവന് ബോഡി ഷോ. അവന്റെ കൂടെ ബോഡി ഷോ, മിമിക്രി അല്ലേ? ബോഡി ഷോ, ഷമി വാസസ് അല്ലേ ഡാൻസ്? ഇത് മതി, അത് ഡാൻസ്, സെറ്റ്. ബോഡി ഷോ, മിമിക്രി. എന്റെ ബോഡി കണ്ടോളൂ എന്തായാലും വെക്കും. ഷുവർ ഷുവർ. ഇടാ.